ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിൾ സ്നാക്കാണ് കേട്ടോ. മെയിനായിട്ട് മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചൊരു കിഡിലൻ ഐറ്റാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഫേമസ് ആയിട്ടുള്ള കമീറ എന്ന് പറയുന്നൊരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരുടെയും ഉണ്ടാവും, പക്ഷേ പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കമീറ ബണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള മാവൊന്ന് കുഴച്ച് വെക്കാം. അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 250 ml കപ്പിലാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. അടുത്ത ഇതിലേക്ക് 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തതുകൊണ്ട് ഡയറക്റ്റ് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പൊക്കെ ഒന്ന് പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. അതുവരെ ഇതുപോലെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇത് കുഴച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് പാലാണ് കേട്ടോ. ഇളം ചൂടുള്ള പാലെടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പാൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടും കുഴച്ചെടുക്കുക. പക്ഷെ പാലാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും, അതറിയാമല്ലോ അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നല്ലപോലെ കുറച്ചായിട്ട് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ചപ്പാത്തി മാവിൽ കുറച്ചൊരു ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്, എങ്കിലും നല്ല ബണ്ണായിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. നല്ല സോഫ്റ്റായിരിക്കണേ. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റ് ആയിരിക്കണേ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുഴച്ചിട്ടുള്ള മാവിലും അതുപോലെ തന്നെ ബൗളിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് തടവി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ നല്ല ടൈറ്റുള്ള അടപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കവർ ചെയ്ത് വെക്കുക. ഒട്ടും മാവ് ഡ്രൈ ആയി പോകാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂറോളം ചുരുങ്ങിയത് 1.5-2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ആ ഒരു സമയം കൊണ്ട് മാവ് നല്ല ഡബിളായിട്ട് പൊങ്ങി വരും. പിന്നെ ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് സമയത്തിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വെച്ച് കൊടുക്കുക. അടുത്ത നമുക്ക് ഈ ഒരു കമീറയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാൻ ചൂടായ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ഓയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ഇഞ്ച് വലുപ്പമുള്ള പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കൊടുത്തിട്ട് 3 കൂടിയിട്ട് 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടോ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓവർ പേസ്റ്റായിട്ട് ചേർക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാളയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ അത്യാവശ്യം സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സവാള കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ മാറി വഴന്ന് വന്നിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റോളം ഇതുപോലെ തന്നെ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയായതിനു ശേഷം ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ. ഞാനിപ്പോൾ ഒരു മുട്ടനെ 4 പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ ഉടഞ്ഞ് പോകുന്ന രീതിയിൽ പൊട്ടിപ്പോകുന്ന രീതിയിൽ മിക്സ് ചെയ്യേണ്ട, പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പതുക്കെ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മുട്ടയും ഫില്ലിങ്ങും കൂടി ഒന്നും കൂടി സെറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് കണ്ടില്ല, നേരത്തെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ളത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് 1-2 മിനിറ്റ് ഒന്നുകൂടി ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക.
അപ്പോൾ ഇതുപോലെ ബോർഡിലൊക്കെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെക്കാം. അപ്പോൾ ബോൾസിൻ്റെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യട്ടെ. വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്ര നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു വലുപ്പത്തിലൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഓരോ ബോൾസായിട്ട് ഇത് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോൾസ് ഇതുപോലെ റെഡിയായതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അവിടെ ബോളാക്കി വെക്കാതെ ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ മുഴുവൻ ബോൾസും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ 7 കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും വലുപ്പം കൂട്ടേണ്ടിക്ക് കൂട്ടുക, കുറക്കണ്ടിക്ക് കുറക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്യണം. ഒരു 10 മിനിറ്റോളം ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സൈസ് വീർത്ത് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു വലുപ്പം കുറവുള്ള ബോൾസാക്കി ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം, എല്ലാ ബോൾസും ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ നമുക്കിനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി നമ്മുടെ കമീറ ബ്രെഡ് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മുട്ടയും പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബണ്ണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. 10 മിനിറ്റൊക്കെ കഴിഞ്ഞേരം കണ്ടില്ല, കുറച്ചൊരു സൈസ് വലുപ്പമായിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്കും അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് ക്രംസിലും നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്പ്രിംഗ് റോളൊക്കെ കോട്ട് ചെയ്തെടുക്കില്ല, ആ ഒരു സെയിം രീതിക്ക് തന്നെ നന്നായിട്ട് എല്ലാ സൈഡും ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാനൊരു മീഡിയം ചൂടായിട്ട് എണ്ണ നല്ലപോലെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ പെട്ടെന്ന് തന്നെ വീർത്ത് വരും കേട്ടോ. നല്ല രീതിക്ക് തന്നെ മാവ് കുഴച്ചാണെങ്കിൽ ഇതുപോലെ വീർത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ബണ്ണാണ്, ഉള്ളു നല്ലോണം വേവാനുള്ളതാണ്. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ തന്നെ കുറച്ച് വെക്കുക. ഇടയ്ക്കൊന്ന് മീഡിയത്തിലോട്ടാക്കുക, വീണ്ടും കുറച്ച് വെക്കുക. അങ്ങനെ ചെയ്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കമീറ ബൺ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നന്നായിട്ട് മൊരിയണേ, ഉള്ളു നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മുഴുവൻ ബണ്ണും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് തുറന്നിട്ട് ഫില്ലിങ് വെക്കാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ടല്ലേ ബണ്ണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഉള്ളിലോട്ടേക്ക് തള്ളി വെക്കേണ്ടെങ്കിൽ അങ്ങനെയും തള്ളി വെക്കുക. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ നല്ലപോലെ മയോണൈസാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കെച്ചപ്പ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രയാണോ ബണ്ണ് കൊള്ളുന്നത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ട കമീറ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സമയത്തൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരത്തെ മാവ് കുഴച്ച് വെക്കണം എന്നുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്